പാതിരാമണൽ ദ്വീപിന് സമീപം മണൽ ഖനനം പാടില്ലെന്ന് പി പ്രസാദ് എം.എൽ.എ. ഖനനത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പി പ്രസാദ് ഉറപ്പു നൽകി. കായപ്പുറത്ത് നടന്ന പാതിരാമണൽ സംരക്ഷണ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. പാതിരാമണൽ ദ്വീപിന് സമീപം മണൽ ഖനനം പാടില്ലെന്ന പി പ്രസാദ് എം.എൽ.എ. ഖനന നീക്കത്തിനെതിരെ രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മ നിലപാടിൽ അയവുണ്ടാകാതെ മുന്നോട്ടു പോകണം. ഖനനം നടന്നാൽ ദ്വീപിന് കനത്ത കോട്ടമുണ്ടാകുമെന്നതിനാലാണ് എതിർപ്പുമായി നാട്ടുകാർ രംഗത്ത് വരുന്നത്. അധികാരികൾ ഇത് മനസ്സിലാക്കണം. കായലിനെ കുറിച്ച് മത്സ്യക്കക്ക തൊഴിലാളികൾക്കുള്ളത്ര അറിവ് മറ്റാർക്കും ഉണ്ടാവില്ല. അതിനാൽ ഇവരുടെ അഭിപ്രായം മാനിച്ചു വേണം തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഖനനത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പ്രസാദ് ഉറപ്പു നൽകി. കായപ്പുറത്ത് നടന്ന പാതിരാമണൽ സംരക്ഷണ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. ആരെങ്കിലും പഠന റിപ്പോർട്ട് കൊണ്ടുവന്നില്ല, കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. എനിക്കറിയാൻ കൂടുതൽ വിട്ടിട്ടുള്ളവർക്കറിയാം. ഈ കായലിനകത്ത് പിന്നെ അത്രമേൽ കായലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അഴിഞ്ഞു പോയാൽ ഇതെല്ലാം തകിടം മറിയുന്ന തരത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ കാര്യത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവരുത്. മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ ഒന്ന് എടുക്കുന്നതിനെ കുറിച്ചാണ്. എടുത്തതിന്റെ ആഴം നോക്കി. രണ്ട്, എവിടുന്ന് എടുക്കാൻ പറ്റും, എങ്ങനെ എടുക്കും, എങ്ങനെ അത് കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള കൃത്യമായ എന്നവണ്ണം ശാസ്ത്രീയമായ ഒരു പഠനം അനിവാര്യമാണ്. മൂന്നാമത്തെ കാര്യം, പാതിരാമണൽ പോലുള്ളവരിടത്ത് ഇതിനെന്ത് പ്രശ്നം ഉണ്ടാവും. പാതിരാമണലിന് ചുറ്റുവട്ടമെല്ലാം പോയിരുന്ന് മണൽ ഖനനം ചെയ്താൽ പാതിരാമണലിനുണ്ടാവുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കും? അവിടെ പ്രതിസന്ധി ഉണ്ടായിട്ട് പരിഹരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആശങ്ക ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ ഉയർത്തുന്ന ആശങ്കയൊക്കെ മോശമാണ്, അവർക്കാർക്ക് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായി ഏറ്റവും നല്ല അറിവുള്ളവർ പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെയാണ്. ഈ കക്ക വാരാനും മത്സ്യബന്ധത്തിനും പോകുന്നവർക്ക് അറിയാവുന്നത്രയും കായൽ അറിവ് വേറെ ആർക്കാണുള്ളത്? ഏത് ഉദ്യോഗസ്ഥനാണ് അത്രയും കായൽ അറിവുള്ളത്? പാതിരാമണലിന് സമീപം ഖനനം നടന്നാൽ ദ്വീപ് ബാക്കിയുണ്ടാകില്ലെന്ന് ക്ലം മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ എസ്.ടി. റെജി പറഞ്ഞു. ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം പാടില്ലെന്നിരിക്കെ ദ്വീപിന് സമീപം ഏത് വിധേനയും ഖനനം നടത്താൻ നോക്കുന്നത് ദുരൂഹമാണ്. സർക്കാർ പ്രഖ്യാപിച്ച റോപ്വേ പദ്ധതിയും ഇക്കോ ടൂറിസം പദ്ധതിയും നടപ്പാക്കുന്നതിന് വിഘാതമായി മാറുമെന്നതിനാൽ എത്രയും വേഗം ഡ്രഡ്ജർ ദ്വീപിന് സമീപത്തു നിന്ന് മാറ്റുവാൻ അധികാരികൾ നിർദ്ദേശം നൽകണം. ദ്വീപിന് സമീപം ഖനനം നടത്തിയാൽ ഒറ്റക്കെട്ടായി തടയുമെന്നും റെജി പറഞ്ഞു. മോമ പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. OBC കോൺഗ്രസ് ദേശീയ ഓർഗനൈസർ VM സുഗാന്തി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NT റെജി, MS ലത, പഞ്ചായത്ത് അംഗങ്ങളായ T കുഞ്ഞുമോൻ, S ബാബു, NR മോഹിത്, ബീന അനിൽകുമാർ, മോഹൻദാസ്, രാജേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് J ജയലാൽ, CD വിശ്വനാഥൻ, കക്കാസംഘം പ്രസിഡന്റുമാരായ CN രാധാകൃഷ്ണൻ, PK സുരേന്ദ്രൻ, വിനോദ് കായിപ്പുറം എന്നിവർ സംസാരിച്ചു.